ഹായ് ഡിയേഴ്സ്, അതിമനോഹരമായൊരു വ്യൂ ആയിട്ട് നമ്മുടെ നെടുമ്പുഴ ചുരം പ്രവർത്തനം ആരംഭിച്ചല്ലേ. പിന്നെയും നമ്മുടെ ചൂരൽമലയിലെ മണ്ണിടിച്ചിട്ട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അതേ സമയത്ത് തന്നെ ഈ റോഡിൻ്റെയും പകുതി ഇതുപോലെ തന്നെ ഇടിഞ്ഞ് പോയിരുന്നു കേട്ടോ. അപ്പോൾ റോഡിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വാഹനം പാൽച്ചുരം വഴി കുറ്റ്യാടിച്ചുരം വഴിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ പാൽച്ചുരത്തിൻ്റെ അവസ്ഥ നമുക്കറിയാലോ, ഏറ്റവും ഡേഞ്ചറസ് ആയ ചുരമാണ്. പിന്നെ കുറ്റ്യാടിച്ചുരം എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കുറേ ലോങ് ആണല്ലേ കുറ്റ്യാടിച്ചുരം വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ആളുകളും വാഹനമായിട്ട് ആശ്രയിച്ചിരുന്നത് നെടുമ്പുഴ ചുരമാണ്. അപ്പോൾ നെടുമ്പുഴ ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇവിടെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നല്ല വ്യൂവോട് കൂടി നമ്മുടെ റോഡൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നെടുമ്പുഴ ചുരം ഓക്കെയാണ് കേട്ടോ. എല്ലാവരും ഇതിൽ തന്നെ പോരെ. പിന്നെ നമ്മളവിടെ ചെന്നപ്പോഴേക്കും ഒരുപാട് ആളുകൾ ഫോട്ടോസ്, റീല്, ലൈവ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിമനോഹരമായ മൂടൽമഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് നെടുമ്പുഴ ചുരം തരുന്നത്. നമുക്ക് വേഗം എത്താൻ പറ്റും, അപകടമൊന്നും ഇല്ലാണ്ട് വെക്കുന്ന എത്താൻ പറ്റുന്ന ഒരു ചുരമാണ് കേട്ടോ നെടുമ്പുഴ ചുരം എന്ന് പറയുന്നത്. എനിക്ക് അവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഇഷ്ടമായത്. മൂടൽമഞ്ഞ് കൊണ്ട് ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. നമുക്ക് അവിടുത്തെ യാത്ര തരുന്നത് പുതിയൊരു അനുഭവം കൂടിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.